നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എം.വി. നികേഷ് കുമാർ എന്ന മാധ്യമപ്രവർത്തകൻ തന്റെ 28 വർഷത്തെ മാധ്യമപ്രവർത്തന ജീവിതം അത് ഉപേക്ഷിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തകന്റെ മേലങ്കി അണിയുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ കൂടി നേരത്തെ അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ചാനലായ റിപ്പോർട്ടർ ചാനലിന്റെ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിലാണ് താൻ ഔദ്യോഗികമായി ചാനലിന്റെ സ്ഥാനമാനങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത്. ഏതായാലും ഇതിനു മുമ്പ് തന്നെ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പോകാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ജോലി തേടാനുള്ള സാധ്യതകളൊക്കെ നമ്മൾ ഏവരും അത് ചിന്തിച്ചിരുന്നതാണ്. ഏതായാലും അദ്ദേഹം ആദ്യമായല്ല രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് പോകുന്നു. അദ്ദേഹം ഇതിനു മുമ്പും രാഷ്ട്രീയ പ്രവർത്തന രംഗത്തേക്ക് പോകുന്നു. ഇനി താൻ മാധ്യമ പ്രവർത്തനം രംഗത്തേക്കില്ല, അതുകൊണ്ട് മാധ്യമ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നിരുന്ന ആളായിരുന്നു. ഒരു തവണ അദ്ദേഹം മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ച് അഴീക്കോട് പോയി CPM-ന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം വീണ്ടും സോഷ്യൽ മീഡിയ വഴി ചില പ്രചരണങ്ങളൊക്കെ നടത്തി എം.വി. നികേഷ് കുമാർ തിരിച്ചു വരണമെന്ന് ചാനലിലുള്ള ചിലരെങ്കിലും ആവശ്യപ്പെടുന്ന രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റുകളും PR-ഉം ഒക്കെയായി രംഗത്ത് വരികയും പിന്നീട് അദ്ദേഹം വീണ്ടും ചാനലിലേക്ക് വരികയും ഒക്കെ ചെയ്തു. അതിനുശേഷം ചാനൽ വീണ്ടും അദ്ദേഹത്തിന് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ചില സാമ്പത്തിക തടസ്സങ്ങളും മറ്റും ഉണ്ടായി. അപ്പോൾ കഴിഞ്ഞ കുറെ നാളുകളായി ചാനൽ തുടങ്ങിയപ്പോൾ മുതൽ അദ്ദേഹത്തെ സഹായിച്ചു കൊണ്ടിരുന്ന അഗസ്റ്റിൻ എന്ന് പറയുന്ന ആന്റോ അഗസ്റ്റിനും അദ്ദേഹത്തിന്റെ സഹോദരന്മാരും, അവരെ നമുക്കറിയാം വയനാട് മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായവരാണ്. അതിനു മുമ്പ് മാംഗോ ഫോൺ അടക്കം നിരവധി കേസുകൾ ആരോപണ വിധേയരായവരാണ്. അവരാണ് അത് അന്ന് പുറത്തുണ്ടായിരുന്നില്ല. ഇവരൊക്കെ പുറത്ത് ഒക്കെ വരാതെ ഉള്ളിൽ ഒളിഞ്ഞിരുന്നു കൊണ്ട് റിപ്പോർട്ടർ ചാനലിന്റെ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഒരു ഘട്ടം എത്തിയപ്പോൾ അവർ വീണ്ടും പുതിയ ചാനൽ എന്ന ആശയം മുന്നോട്ട് വയ്ക്കുകയും വീണ്ടും പണമിറക്കുകയും ചാനലിന്റെ ഉടമസ്ഥാവകാശം നേടാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. അങ്ങനെ ഉടമസ്ഥാവകാശം നികേഷ് കുമാർ ട്രാൻസ്ഫർ ചെയ്യാനായി കമ്പനി കാര്യ വകുപ്പിനെയൊക്കെ സമീപിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ അത് കാര്യമായി ഫലപ്രദമായില്ല. അതിനുശേഷം എന്താണ് നീക്കുപോക്ക് ഉണ്ടായതെന്ന കാര്യത്തിൽ നമുക്കിപ്പോൾ വ്യക്തതയില്ലെങ്കിൽ പോലും നികേഷ് കുമാറിന് അവിടെ തുടരാൻ സാധ്യമല്ല എന്ന് നമുക്കറിയാം. ഇത്തരം ആരോപണ വിധേയരായ ചിലരുടെ കൂടെയെങ്കിലും ജോലി ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക ഒരുപക്ഷെ നികേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് നമുക്ക് ഇവർക്കും അറിയുന്ന കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ നികേഷ് കുമാർ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം തന്നെ അതിനിടയിൽ എപ്പോഴോ അദ്ദേഹം പുതിയ ഈ ഒരു സംരംഭവുമായി, ഒരു യൂട്യൂബ് ചാനൽ എന്ന സംരംഭവുമായി മുന്നോട്ട് വരുന്ന തരത്തിലുള്ള സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് പോകുന്നു എന്നാണ് അദ്ദേഹം ഇന്നലെ പ്രഖ്യാപിച്ചത്. CPM-ന്റെ സഹയാത്രികനായി തുടരും. CPM-മായി ബന്ധപ്പെട്ട CPM-ന്റെ പ്രവർത്തകൻ സഹയാത്രികനിൽ നിന്ന് പ്രവർത്തകനിലേക്ക് മാറുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. ഏതായാലും അദ്ദേഹം നേരത്തെയും ഇതുപോലെ ഒരു തവണ മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ചു പോയി മത്സരിച്ച ശേഷം തിരിച്ച് വന്നത് ആളാണ്. ഇനിയും മാധ്യമപ്രവർത്തന രംഗത്തേക്ക് വരുമോ എന്നുള്ള കാര്യം വ്യക്തതയില്ല. എങ്കിൽ പോലും അദ്ദേഹം ഇപ്പോൾ പരസ്യമായ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് പാർട്ടിയിലേക്ക് ചേക്കേറിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു കാര്യത്തിൽ എനിക്ക് വളരെ അഭിമാനവും അല്ലെങ്കിൽ വളരെ കൃത്യതയോടും പറയാൻ കഴിയുന്ന ഒരു കാര്യം, എം.വി. നികേഷ് കുമാറിന്റെ ഒപ്പം വിഷ്വൽ മീഡിയയുടെ എന്റെ വിഷ്വൽ മീഡിയയിലേക്കുള്ള പ്രവേശനം എം.വി. നികേഷ് കുമാറിന്റെ ചാനലിലൂടെയായിരുന്നു. വിഷ്വൽ മീഡിയയുടെ കാര്യത്തിൽ അദ്ദേഹം ഒരു തികഞ്ഞ, അദ്ദേഹത്തെ കുറിച്ച് പറയാൻ അതിന് പകരം വെക്കാൻ ഒരാളുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം അദ്ദേഹം ഒരു അടിമുടി ജേർണലിസ്റ്റ് ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സാധാരണഗതിയിൽ നമ്മളൊക്കെ ജേർണലിസ്റ്റുകളാകുമ്പോഴും നമുക്ക് വാർത്തകളെ കുറിച്ച് അറിയുമ്പോഴും ടെക്നിക്കൽ കാര്യങ്ങളെ കുറിച്ചുള്ള അജ്ഞത ഉണ്ടാവും. എന്നാൽ എം.വി. നികേഷ് കുമാറിനെ സംബന്ധിച്ച് വാർത്തകൾ മാത്രമല്ല ടെക്നിക്കൽ കാര്യങ്ങൾ കൂടി വളരെ ഭംഗിയായി വഴങ്ങുന്ന ഒരാളായിരുന്നു എം.വി. നികേഷ് കുമാർ. അതുകൊണ്ട് തന്നെ സമസ്ത മേഖലകളിലും, അതായത് മാധ്യമ പ്രവർത്തനത്തിന്റെ സമസ്ത മേഖലകളിലും വളരെ ഫലപ്രദമായി ഇടപെടാൻ കഴിഞ്ഞിരുന്ന അടിമുടി മാധ്യമ പ്രവർത്തകനായിരുന്ന ഒരാളാണ് എം.വി. നികേഷ് കുമാർ. സത്യത്തിൽ മാധ്യമ പ്രവർത്തകർക്ക് തന്നെ മാധ്യമ രംഗത്തിന് തന്നെ ഒരു വലിയ നഷ്ടമാണ് അദ്ദേഹത്തിന്റെ ഈ മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിലേക്കുള്ള പോക്ക്. രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് എത്രമാത്രം ശോഭിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. ആ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് താനും. വ്യക്തതയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് അവിടെ ശോഭിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് താനും. കാരണം അടിമുടി ഒരു മാധ്യമ പ്രവർത്തകനായി വാർത്ത മാത്രം ചിന്തിച്ചിരുന്ന അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വലിയ വ്യക്തതയില്ല. മാത്രമല്ല, ജനങ്ങളുമായി ഒരുപാട് ഇടപഴകേണ്ട ഒരു രംഗം കൂടിയാണ് രാഷ്ട്രീയം. അദ്ദേഹം കോളേജ് കാലത്തിലൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിലും പിന്നീട് എം.വി. രാഘവന്റെ മകനായി തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പ്രൗഢി, ഒരു മന്ത്രിയുടെ മകൻ അല്ലെങ്കിൽ MLA-യുടെ മകൻ എന്ന രീതിയിലൊക്കെ, MP-യുടെ മകൻ എന്ന രീതിയിലൊക്കെ ഉള്ള ഒരു പ്രൗഢി നിലനിർത്തിക്കൊണ്ട് ഇത്രയും കാലം ജീവിച്ചു പോയ ഒരാളാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് എത്രമാത്രം സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എങ്കിൽ പോലും ഒരു കാര്യം വ്യക്തതയുണ്ട്, അദ്ദേഹം ഒരു മികച്ച മാധ്യമ പ്രവർത്തകനായിരുന്നു. അദ്ദേഹം മാധ്യമ പ്രവർത്തനം വിട്ട് ഇപ്പോൾ പുറത്തേക്ക് രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ ഒരു ഓഫറും കിട്ടാതെയാണ് പോകുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ കൂട്ടാളികളുടെയും ഒക്കെ വാദം. എന്നാൽ മാധ്യമപ്രവർത്തകനെ ഉപേക്ഷിച്ച് ഓരോ ഓഫറും കിട്ടാതെ പോയ നിരവധി മാധ്യമ പ്രവർത്തകർ നമുക്കിടയിലുണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തരായ രാഷ്ട്രീയ പ്രവർത്തകരായി തീർന്നിട്ടുള്ള
ആൾക്കാരൊക്കെ ആ കൂട്ടത്തിലുണ്ട്. അതിലൊന്നാണ് LK അദ്വാനി. അദ്ദേഹം ആദ്യം മാധ്യമപ്രവർത്തകനായിരുന്നു. മാധ്യമപ്രവർത്തന ജീവിതം അവസാനിപ്പിച്ചാണ് അദ്ദേഹം നേരെ രാഷ്ട്രീയത്തിലേക്ക് പോയത്. അന്ന് അദ്ദേഹം ഒന്നും BJP ഒന്നും ആകുമെന്ന് സ്വപ്നം കണ്ടിരുന്ന കാലഘട്ടത്തിലോ ഒന്നുമല്ല. അദ്ദേഹമൊക്കെ മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ചുകൊണ്ട് ഒരു സ്ഥിര വരുമാനം ഉണ്ടായിരുന്ന ജോലി അവസാനിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് പോയത് പൊതുപ്രവർത്തനത്തോടുള്ള താല്പര്യം കൊണ്ട് തന്നെയായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ നിരവധി പേർ ഇപ്പോൾ നമ്മൾ എം വി നികേഷ് കുമാറിന്റെ എം വി നികേഷ് കുമാറിനെ കുറിച്ച് പറയുമ്പോൾ രാംനാഥ് ഗോയങ്കി അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നത്. ഈ രാംനാഥ് ഗോയങ്കി ആരായിരുന്നു ചോദിച്ചാൽ ജനസംഘത്തിന്റെ MP ആയിരുന്ന ആളാണ് രാംനാഥ് ഗോയങ്കി. അങ്ങനെ നിരവധി പേർ ഇന്ത്യൻ എക്സ്പ്രസിന്റെ സ്ഥാപക എഡിറ്റർ കൂടിയായിരുന്നു. അങ്ങനെ നിരവധി പേർ രാഷ്ട്രീയ രംഗത്ത് നിന്നും വന്ന് പ്രഗത്ഭരായി മാറിയിട്ടുള്ള നിരവധി പേരുണ്ട്. അക്കൂടത്ത് നമുക്ക് ചന്ദൻ മിത്ര, പയനീറിന്റെ എഡിറ്റർ ആയിരുന്ന ചന്ദൻ മിത്ര, അദ്ദേഹവും MP ആയിരുന്നു. അങ്ങനെ നിരവധി പേർ രാഷ്ട്രീയ രംഗത്തേക്ക് വന്ന് മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ച് രാഷ്ട്രീയ രംഗത്തേക്ക് വന്ന് അവരുടെ പ്രാഗൽഭ്യം തെളിയിച്ച് കഴിഞ്ഞിരുന്നവരാണ്. ഏതായാലും ഒരു കാര്യം വ്യക്തമാകുന്നുണ്ട്. എം വി നികേഷ് കുമാർ ഒരുപക്ഷെ പാലക്കാട് മത്സരിക്കാനുള്ള സാധ്യതകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. കാരണം പാലക്കാട് കഴിഞ്ഞ് കുറെ നാളുകളായി ഷാഫി പറമ്പിൽ കൈയടക്കി വെച്ചിരിക്കുന്ന സീറ്റാണ്. നമുക്കറിയാം ഷാഫി പറമ്പിലിനെ അവിടെ തകർക്കാൻ ആർക്കും കഴിയില്ല എന്നൊരു സ്ഥിതിയിലേക്ക് കഴിഞ്ഞ കുറെ നാളുകളായി ആ സീറ്റ് അവിടെ അങ്ങനെ ഭദ്രമായി ഷാഫിയുടെ കയ്യിലുള്ള സീറ്റാണ്. ഇത്തവണ അവിടേക്ക് മത്സരിക്കാൻ വരുന്നത് ആരെങ്കിലും യുവ നേതാക്കളായിരിക്കും തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. പലരും നോക്കിയിട്ടും ആ സീറ്റ് തട്ടിയെടുക്കാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. BJPക്കും അതുപോലെ തന്നെ നല്ല സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട്. രണ്ടാം സ്ഥാനത്ത് എപ്പോഴും BJP ആയിരിക്കും. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ആ സീറ്റ് തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഈ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പ്രത്യേകിച്ച് സുരേഷ് ഗോപി ഒക്കെ ഒരു താര ഇമേജിലും അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ താര ഇമേജിനൊപ്പം അദ്ദേഹത്തിന് ഗുണം ചെയ്ത അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനം, അദ്ദേഹം ജനങ്ങളോട് ഇടപഴകുന്ന രീതി, അദ്ദേഹം ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങൾ, പിന്നെ BJPക്ക് മൊത്തത്തിലുണ്ടായ വളർച്ച, BJP പ്രവർത്തകരുടെ അടിയുറച്ച പ്രവർത്തനം, ഇതെല്ലാം തന്നെയാണ് അദ്ദേഹത്തിന്റെ വിജയത്തിന് കാരണമായത്. അതുപോലെ തന്നെ ഒരു താര ഇമേജുമായി എം വി നികേഷ് കുമാർ പാലക്കാടിന്റെ കളത്തിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് തന്നെയാണ് പാലക്കാടേക്ക് എത്താനുള്ള ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത്. ഇപ്പോൾ ഒരു കാര്യവുമില്ലാതെ ധൃതി പിടിച്ച് ഒരു രാജിവെക്കുകയും രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് പോവുകയും ചെയ്യുന്നതിന്റെ എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതിനൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട ഒന്ന്, ഈ അഗസ്റ്റിൻ സഹോദരന്മാരുമായി ഒത്തുപോരാൻ കഴിയാത്ത സ്ഥിതി നമുക്കറിയാം. നിരവധി പേർ ചാനലുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അംബാനിയും ഒക്കെ ചാനലിന്റെ മുതലാളിമാരാണ്. അംബാനിയും അദാനിയും ഒക്കെ ചാനലുകൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവരാരും, ഈ മുതലാളിമാരും പുറത്തു വന്ന് രാഷ്ട്രീയം പറയുകയോ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തനം അറിയാത്ത മാധ്യമ സ്ഥാപനങ്ങൾ വേണമെന്ന് ആഗ്രഹിച്ച് അവർക്ക് ഇത് ഇൻഫ്ലുവൻഷ്യൽ പാർട്ടായിരിക്കാമെന്ന് വിചാരിച്ച് പലപ്പോഴും മാധ്യമ സ്ഥാപനങ്ങൾ തുടങ്ങുന്നവരാണ് ഈ മുതലാളിമാരെല്ലാം തന്നെ. അത്തരത്തിലുള്ള മുതലാളിമാരൊന്നും അവരുടെ മുഖം പുറത്ത് കാണിക്കാറില്ല. നല്ല എഡിറ്റർമാരെ വെച്ച് ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇവിടെ ആ തത്വങ്ങളെല്ലാം ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. അതായത് പല കേസുകളിലും ആരോപണ വിധേയരായിട്ടുള്ള അഗസ്റ്റിൻ സഹോദരന്മാർ ഇവിടെ വന്നിരുന്ന്, അതായത് ചാനലിന്റെ ഫ്ലോറിൽ വന്നിരുന്ന എല്ലാവരെയും ധാർമ്മികതയും അതുപോലെ തന്നെ ജേർണലിസവും രാഷ്ട്രീയവും ഒക്കെ പഠിപ്പിക്കുന്ന കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ എം വി നികേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം, ആത്മാഭിമാനമുള്ള ഒരു ജേർണലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത്തരം ഒരു സ്ഥാപനവുമായി യോജിച്ചു ചേർന്ന് പ്രവർത്തിച്ചു പോകാൻ കഴിയില്ല. പണം മാത്രമാണ് ലക്ഷ്യമെങ്കിൽ അത്തരം മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി എടുക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. പക്ഷെ പണത്തിനും അപ്പുറം ആത്മാഭിമാനവും എത്തിക്സും ജേർണലിസത്തിന്റെ എത്തിക്സും ഒക്കെ ആണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഒരിക്കലും ഒരു കാരണവശാലും അത്തരം ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകാൻ കഴിയില്ല. ഇത്രയും കാലം നികേഷ് കുമാർ അവിടെ എങ്ങനെ തുടർന്നു എന്നുള്ളത് തന്നെ, പ്രത്യേകിച്ച് നികേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ല, അടിമുടി ജേർണലിസ്റ്റ് ആയ ഒരാളാണ്. അദ്ദേഹത്തിന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന പലരും എന്നെ ചീത്ത വിളിക്കുമായിരിക്കും, ഒരുപക്ഷെ നികേഷ് കുമാറിനെ കുറിച്ച് നല്ലത് പറയുന്നു എന്നുള്ളത് കൊണ്ട്. പക്ഷേ ഉള്ള കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. നികേഷ് കുമാറിനെ രാഷ്ട്രീയപരമായി ഞാൻ എതിർക്കുമ്പോഴും രാഷ്ട്രീയം ഒരിക്കലും ഒരു ചാനലിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാളെന്ന രീതിയിൽ അന്ധമായ രാഷ്ട്രീയം വെച്ചുകൊണ്ട് സംസാരിക്കരുത് എന്നിരിക്കെ അദ്ദേഹം പലപ്പോഴും അതിന്റെ രണ്ടാം ഘട്ടത്തിൽ, അത് അദ്ദേഹത്തിന്റെ ഗതികേടാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം രണ്ടാം ഘട്ടം രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി അതിനുശേഷം തിരിച്ചു വന്ന് വീണ്ടും മാധ്യമ പ്രവർത്തകനായപ്പോൾ അദ്ദേഹം കൈവിട്ടു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതും പറയാതിരിക്കാൻ കഴിയില്ല. അന്ധമായ രാഷ്ട്രീയം, സാധാരണ അന്ധം കമ്മികൾ എന്ന് നമ്മൾ സോഷ്യൽ മീഡിയ ഭാഷയിൽ പറയും, അത്തരത്തിൽ അന്ധം കമ്മികൾ സംസാരിക്കുന്നത് പോലെ തന്നെ അദ്ദേഹം പലപ്പോഴും സംസാരിച്ചിട്ടുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ആ കാര്യത്തില്ല. അപ്പോഴും ഞാൻ പറയുന്നു, മികച്ച മാധ്യമ പ്രവർത്തകനായിരുന്നു എം വി നികേഷ് കുമാർ. അതുമാത്രമല്ല, അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യുമ്പോൾ നമ്മൾ കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രൊഫഷണലിസം ഏറ്റവും നന്നായി കൈകാര്യം ചെയ്തിരുന്ന, അല്ലെങ്കിൽ ഒരു ജോലിയുടെ ആ പ്രൊഫഷണലിസം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഒരുപക്ഷെ രാഷ്ട്രീയപരമായി ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തനവുമായി എന്ന് പറഞ്ഞ ഒരു സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കോളേജുകളിൽ സംഘടനാ പ്രവർത്തനം നടത്തിയിരുന്ന ഒരാളാണ്. അത് അറിയുമ്പോൾ പോലും അത് കൃത്യമായി അറിയുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. ആ തലത്തിൽ എനിക്ക് അല്പം ചുമതലയൊക്കെ ദേശീയ തലത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ ആ ചുമതല ഉണ്ടായിരിക്കുമ്പോൾ പോലും ഞാൻ റിപ്പോർട്ടർ ചാനലിൽ ജോലിക്ക് എത്തുമ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയമുള്ളവരാണ്
യഥാർത്ഥത്തിൽ ജേർണലിസത്തിന് നല്ലത്. അവർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി നന്നായി നോക്കാനും ജഡ്ജ് ചെയ്യാനും കഴിയും എന്ന് അദ്ദേഹം പറയുകയും എന്നെ ആ രാഷ്ട്രീയം അറിഞ്ഞുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയമാണ്, അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ ജോലിക്ക് എടുക്കുകയും ഏറ്റവും നല്ല അവസരങ്ങൾ അദ്ദേഹം തന്ന പോലെ അവസരങ്ങൾ എനിക്ക് മറ്റൊരു സ്ഥാപനത്തിൽ നിന്ന് ലഭ്യമായിട്ടില്ല. രാഷ്ട്രീയത്തിന്റെ പേരിൽ മാത്രം എന്നെ വേട്ടയാടിയ മറ്റൊരു സ്ഥാപനത്തിന്റെ കൂടി ഭാഗമായിരുന്നു ഞാനെന്നിരിക്കെ ഞാൻ പറയുന്നു, വളരെ കൃത്യമായി എന്റെ രാഷ്ട്രീയം അറിയുമ്പോഴും ഞാൻ കൃത്യമായ നിലപാടുള്ള ആളാണെന്ന് അറിയുമ്പോൾ പോലും അദ്ദേഹം ഒരിക്കൽ പോലും ആ പ്രൊഫഷണലിസം അല്ലാതെ, ജോലി ചെയ്യാൻ അറിയുന്ന ആളെ ജോലി ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ലാതെ അദ്ദേഹം രാഷ്ട്രീയത്തിന്റെയോ മറ്റൊന്നിന്റെയോ പേരിൽ നമ്മളെ ആരും മാറ്റി നിർത്തിയിട്ടില്ല എന്നത് പ്രത്യേകം പറയേണ്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, എം വി നികേഷ് കുമാർ മികച്ച മാധ്യമ പ്രവർത്തകനായിരുന്നു. അദ്ദേഹം പാലക്കാടേക്ക് മത്സരിക്കാനായി എത്താനുള്ള സാധ്യതകൾ കൂടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാലക്കാട് സ്ഥാനാർത്ഥിയായി അദ്ദേഹം എത്തിയാൽ വിജയിക്കുമോ എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. വിജയിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. അദ്ദേഹം അത്തരം മണ്ടത്തരം തീരുമാനം എടുക്കുമോ എന്നറിയില്ല. കാരണം അവിടെ 2ാം സ്ഥാനത്ത് BJP ആണ്, 3ാം സ്ഥാനത്താണ് അവിടെ CPM ഉള്ളത്. ഒരു പ്രാവശ്യം അഴീക്കോട് മത്സരിച്ച് തോറ്റ അദ്ദേഹം വീണ്ടും പാലക്കാട് മത്സരിച്ച് തോറ്റാൽ അത് അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ, രാഷ്ട്രീയ കരിയറിൽ തന്നെ വലിയ ദോഷം ചെയ്യും. അത്തരം മികച്ച ചില ആൾക്കാർ തെരഞ്ഞെടുപ്പുകളിൽ തോറ്റുപോകുന്ന പ്രവണത നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ നികേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വീഴ്ച തന്നെയായിരിക്കും. അതുകൊണ്ട് അദ്ദേഹം അതിന് തയ്യാറാകുമോ എന്നറിയില്ല. എന്നിരുന്നാലും അത്തരത്തിലുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ കഴിയും.